SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ വെച്ച് വീരമൃത്യു വരിച്ച സൈനികന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പിറന്ന നാടിന്റെ രക്ഷയ്ക്കായി ശത്രുവിനോടും പ്രകൃതിയുടെ താണ്ഡവത്തോടും പോരാടാൻ നിയോഗിക്കപ്പെട്ട ധീരസൈനികൻ വടകര വളയം സ്വദേശി നായിക് മിഥുൻ നായർ ജനുവരി 6 കാശ്മീർ ഉറി സെക്ടറിൽ വെച്ച് പ്രകൃതിയോട് പൊരുതിക്കൊണ്ട് തന്റെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന മാതൃഭൂമിക്ക് തന്റെ അന്തിമശ്വാസം നൽകിയിരുന്നു. ഡൽഹിയിൽ നിന്നും ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ധീരസൈനികന്റെ മൃതദേഹം കോഴിക്കോട് വെസ്റ്റ് ഹിൽ സൈനിക ക്യാമ്പിൽ നിന്നും സുബേദാർ വിനോദിന്റെ നേതൃത്വത്തിലെത്തിയ സൈനികരും മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി. പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് സൈനിക ബഹുമതികൾക്ക് ശേഷം മലപ്പുറം സൈനിക കൂട്ടായ്മയ്ക്ക് വേണ്ടി സുബേദാർ മേജർ ബീരാൻകുട്ടി പൊന്നാട് പുഷ്പചക്രം അർപ്പിച്ചു. സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികളായ ഹരീഷ് വാഴയൂർ, ഫിറോസ് പുളിക്കൽ, ഷെബിൻ, നുഫൈൽ, ജ്യോതിർ ബാബു എന്നിവരും എയർപോർട്ട് സ്റ്റാഫിനു വേണ്ടി ഷൈജു കൊളത്തൂർ, എയർപോർട്ട് അധികാരികൾ, നാട്ടിൽ നിന്നുമെത്തിയ വിമുക്ത ഭടന്മാർ തുടങ്ങിയവർ അന്തിമ സല്യൂട്ട് നൽകി. പിന്നീട് CH സെന്റർ ആംബുലൻസിൽ സൈനിക അകമ്പടിയോടെ ജന്മനാട് വളയത്ത് വെച്ച് അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടി യാത്രയായി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി, തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി, തിരൂർ. റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.